നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെയൊക്കെ വീടുകളിൽ നാളെ ഡിസംബർ മാസം 2-ാം തീയതി മുതൽ ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തി പരിശോധനയ്ക്ക് എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പെൻഷൻ വാങ്ങുന്ന അനർഹരെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ്. സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവർ ഉൾപ്പെടെ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നതായിട്ട് തെളിഞ്ഞതോടെ തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പല മാർഗങ്ങളിലൂടെ അനർഹമായിട്ട് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ടായിരിക്കാം എന്നാണ് സർക്കാരിൻ്റെ പുതിയ കണ്ടെത്തൽ. ഈ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് വരുന്ന അനർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഇപ്പോൾ ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവർക്കെല്ലാം തന്നെ കൃത്യസമയത്ത് ഇനി പെൻഷൻ നൽകുന്നതിനും അതോടൊപ്പം തന്നെ അനർഹമായിട്ട് പെൻഷൻ തുക വാങ്ങുന്ന ആളുകളിൽ നിന്നും പലിശയടക്കം അവരിൽ നിന്നും ഈടാക്കി ഇത്രയും നാൾ കൈപ്പറ്റിയ തുക അത് മുഴുവൻ തിരിച്ചു പിടിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് വരും ദിവസങ്ങളിൽ എത്തിച്ചേരുക. 1458 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ വാങ്ങി എന്നത് ഞെട്ടലോടുകൂടിയാണ് പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്. ഇതിൽ പ്രധാനമായിട്ടും കോളേജ് അധ്യാപകരും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരടക്കം 1458ഓളം ആളുകൾ അനധികൃതമായിട്ട് പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നു. ഇവരിൽ പലർക്കും 1 ലക്ഷത്തിലധികം രൂപ മാസശമ്പളമുള്ളവരാണ്. അവരാണ് ഈ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ മിച്ചം വെച്ച് ഈ കുടിശ്ശിക പോലും വരുത്തിക്കൊണ്ട് ഇപ്പോൾ കൊടുക്കുന്ന 1600 രൂപ കൈയിട്ട് വാരി വയറ് വീർപ്പിക്കുന്നത്. യാതൊരു നാണവുമില്ലാതെ അക്ഷയ സെൻറ്ററിൽ പോയി മസ്റ്ററിംഗ് നടത്തി അവരുടെ വിരലടയാളം പതിച്ച് ഈ പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. മസ്റ്ററിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കവേ ഒട്ടേറെ മാനദണ്ഡങ്ങൾ, കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പെൻഷന് വേണ്ടിയിട്ട് നിലവിലുണ്ടായിരിക്കവേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സർക്കാരിൻ്റെ മാത്രം വീഴ്ചയാണ്. ഈ തട്ടിപ്പിന് കുടപിടിച്ച ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ, ഒപ്പം പഞ്ചായത്തിലെ അംഗങ്ങൾ, അതുപോലെ തന്നെ മസ്റ്ററിംഗ് നടത്തി കൊടുക്കുന്ന അക്ഷയ സെൻറ്ററിലെ ജീവനക്കാർ, ഇവരൊക്കെ തന്നെ ഈ തട്ടിപ്പിന് ഉത്തരവാദികളാണ്. പെൻഷൻ സ്കീമുകളുടെ നടത്തിപ്പുകാരായിട്ടുള്ള കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി, ആ കമ്പനി അക്കൗണ്ടുകൾ ശരിയായിട്ട് പാലിക്കുന്നില്ലെന്നും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ സുതാര്യതയില്ല എന്നും CAG റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഒരു പെൻഷൻ ഒരു ഗുണഭോക്താവിന് ഒന്നിലധികം തവണ വിതരണം ചെയ്തതായിട്ടും CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ മുതൽ വരും ദിവസങ്ങളിൽ ഏതു നിമിഷവും നമ്മുടെ വീടുകളിലും ഉദ്യോഗസ്ഥർ എത്തിച്ചേരും. വീടുകളിൽ എത്തിച്ചേരുന്ന സമയത്ത് സർക്കാർ പ്രധാനമായിട്ടും 4 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും അവിടെ പരിശോധിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വാർഷിക വരുമാനമാണ്. 1 ലക്ഷത്തിൽ താഴെ എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗത്വം എടുക്കാൻ സാധിക്കുക. 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുവാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ വാർഷിക വരുമാനം അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിവാഹിതരായിട്ടുള്ള മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ആർജിച്ചെടുക്കുന്ന വരുമാനമാണ് ഇവർ കണക്കാക്കും. ഇത് 1 ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് മാറ്റപ്പെടും. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പാർപ്പിടത്തിൻ്റെ വിസ്തീർണം ഇത് കൃത്യമായിട്ട് തന്നെ ഒരു മാനദണ്ഡത്തിന് വിധേയമാക്കാറുണ്ട്. അതായത് സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് 2000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അതിന് മുകളിലോ വിസ്തീർണമുള്ള വീടുകൾ, അത്തരം വീടുകളെ ആഡംബര വീടുകളായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിസ്തീർണമുള്ള വീട്ടിലാണ് പെൻഷൻ ഗുണഭോക്താവ് താമസിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചും വാർദ്ധക്യകാല പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ, അവരൊക്കെ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വിസ്തീർണമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അതും അയോഗ്യതയുടെ ഒരു മാനദണ്ഡമായിട്ട് തന്നെ കണ്ടുകൊണ്ട് അവരെ പുറത്താക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ 4 ചക്ര വാഹനം, അതായത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വാഹനമല്ലാതെ സ്വകാര്യ വാഹനമായിട്ട് ഉണ്ടെങ്കിൽ അതും അയോഗ്യതയായിട്ട് കണക്കാക്കാനാണ് തീരുമാനം. ഇതെല്ലാം ഭൗതിക നിലവാര പരിശോധനയിൽ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധനാ വിധേയമാക്കിക്കൊണ്ട് ആളുകളെ പുറത്താക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ AC ഉണ്ടെങ്കിൽ അതും ആഡംബര വസ്തുവിൻ്റെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് ആളുകളെ പുറത്താക്കുന്ന രീതിയുണ്ട്. ഇതുകൂടി ഉദ്യോഗസ്ഥർ കർശനമായിട്ട് തന്നെ പരിശോധിക്കുന്നതായിരിക്കും. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ തന്നെ നമ്മുടെ ഭൗതിക നിലവാരം ഈ പറയുന്ന സാഹചര്യങ്ങളിലൂടെ കൃത്യമായി നിർണ്ണയിക്കുന്നതിനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവ പരിശോധനാ വിധേയമാക്കി നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പെൻഷൻ അപേക്ഷ, നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ആനുകൂല്യം അർഹതയുള്ള അപേക്ഷയാണോ, അർഹതയുള്ള ആനുകൂല്യമാണോ, അല്ലെങ്കിൽ നിങ്ങൾ അനർഹമാണോ എന്ന് കൃത്യമായിട്ട് ആ സമയം തന്നെ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നതായിരിക്കും. അതിനുശേഷം ഒരുപക്ഷെ അനർഹരാണെങ്കിൽ നമ്മൾ വാങ്ങിയ തുക തിരിച്ചടക്കേണ്ടതായിട്ട് വന്നേക്കാം. തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാതെ നമ്മുടെ അക്കൗണ്ട്
സസ്പെൻഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നിർജ്ജീവമാക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോലും നടപടികൾ സ്വീകരിച്ചേക്കും. നമുക്കറിയാം, ഇപ്പോൾ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് 5 മാസത്തെ തുകയോളം കുടിശ്ശികയുണ്ട്. 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഈ പെൻഷൻ വാങ്ങുന്നത്. വലിയൊരു തുക തന്നെ, മാസം ഏതാണ്ട് 1000 കോടിയോളം രൂപയടുത്ത് സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ഓരോ മാസവും കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ അനർഹമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി ഇവരെ പുറത്താക്കി കഴിഞ്ഞാൽ അർഹതയുള്ള കൂടുതൽ ആളുകൾക്ക് പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനും അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ മുടങ്ങാതെ സഹായം എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കണക്കുകൂട്ടലുകൾ ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കുക. പെൻഷൻ പദ്ധതിയിൽ നിന്നും സ്വയമേ നിങ്ങൾ അനർഹരാണെന്ന് തോന്നലുണ്ടെങ്കിൽ മാറാനായിട്ട് താല്പര്യമുള്ളവർക്ക് അത് പഞ്ചായത്തിൽ അറിയിച്ച് പദ്ധതിയിൽ നിന്നും മാറാനുള്ള അവസരം ഉണ്ടായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വിവിധ അറിയിപ്പുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.